സ്നേഹാവസാണ്. നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അടിച്ച് പൊളിച്ച് തകർത്ത് എഴുതാനുള്ളതാണ്. അപ്പൊ മിസ്സേ ഏതെങ്കിലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മക്കളെ, ഉണ്ട്. ഇതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഹാത്തിയോം കാ റഹ് ഗുസർ എന്ന് പറയുന്ന പാഠത്തിന്റെ ലാസ്റ്റിലോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സൂചനാ പട്ട് എന്ന് പറയുന്നത് അല്ലെ, അതായത് സൂചനാ ബോർഡുകൾ. അങ്ങനെയുള്ള ബോർഡുകളെ കുറിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ മക്കൾ നന്നായിട്ട് എഴുതി പഠിച്ചോളെ, എന്തായാലും ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, നമുക്ക് ഓരോന്നായിട്ട് പറയാം, നോക്കിക്കോളാം. നമ്മുടെ ഇതില് സൂചനാ പട്ട് എന്ന് വെച്ചാൽ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. ഒന്നുമില്ല, നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക്, നമ്മൾ ഈ ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കാട്ടിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറെ ബോർഡുകൾ ഉണ്ടാവും. ഈ ബോർഡുകളൊക്കെ എന്താണ്, ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് എന്താണ്, നമ്മുടെ ആനകൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സൂചനകൾ തരാൻ വേണ്ടിയിട്ട് ഓരോ ബോർഡുകൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂചനാ പട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കാം, ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒരു ആനക്കുട്ടീനെയും ആനേനെയും തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ മക്കൾക്ക് പിക്ചർ മാത്രമേ തരത്തുള്ളൂ, പിക്ചർ മാത്രം തരും. എന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, സൂചനാ പട്ട് എഴുതാൻ വേണ്ടി പറയും. ഈ ഒരു സംഭവം എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ അതിനു വേണ്ടി മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇത് എഴുതി പഠിച്ചോണം. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും കൂടാതെ എന്തായാലും എഴുതി പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പൊ ഒരു ആനക്കുഞ്ഞനെയും പിന്നെന്താണ് ഒരു ആനയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യം എന്താണ് നോക്കിക്കേ. ഹാത്തിയോं के സടക് പാർ करने की जगह है. ഹാത്തിയോं की, ഹാത്തി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആനയാണ് അല്ലെ. ആനകളുടെ എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ആനകളുടെ സടക് പാർ കർന. സടക് പാർ കർന എന്ന് വെച്ചാൽ റോഡ് അല്ലെ, നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ജഗഹ് എന്ന് വെച്ചാൽ സ്ഥലമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഹാത്തിയോം കാ എന്താണ്, ആനകളുടെ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് എന്നാണ് എന്തിന്റെ അർത്ഥം. ഒരു ആനക്കുഞ്ഞനെയും ഒരു വലിയ ആനേനെയും തന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ നോക്കിക്കേ, ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം, തീ അരുത് അങ്ങനെ എന്തോ ആണ് തന്നിട്ടുള്ളത്. തീന്റെ പിക്ചർ ഉണ്ട്, എന്നിട്ട് അരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രോസ് വരച്ചു വെച്ചേക്കാണ്. ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അരുത് എന്നുള്ളതാണ് അർത്ഥം അല്ലെ. അതേപോലെ നോക്കിക്കേ, കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് സ്പൂണുകളും ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, ഇതും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ബോർഡുകളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് എല്ലാ സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ് അല്ലെ. പിന്നെന്താണ്, ഒരു മൃഗത്തിന്റെ ഒരു മാൻ അല്ലെ, ഒരു മാന് അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മുടെ കയ്യിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഉള്ള പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും അരുത്, അതായത് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ. പിന്നെന്താണ്, നേരെ എന്നുള്ള ഒരു ഏരോ മാർക്ക് കാണിച്ചിട്ട് അതും അരുത് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നേരെ പോകരുത് എന്നായിരിക്കും അല്ലെ. അപ്പൊ ഇനി ഇതൊക്കെ എങ്ങനെ എഴുതും മിസ്സേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. കൃത്യവും വ്യക്തമായിട്ട് എന്റെ മക്കളെ എഴുതി പഠിച്ചോളാം. നോക്കാം, തീക്ക് നമ്മൾ പറയുന്ന പേരെന്താ, ആഗ് എന്നാണ്. തീ ജലാന മനാഹേ, തീ കത്തിക്കുന്നത് എന്താണ്, നമ്മൾ പ്രതിബന്ധിതാണ്. പ്രതിബന്ധിതാണെന്ന് വെച്ചാൽ നിരോധിച്ചിരിക്കുന്നു. മനാഹേ, മനാഹേ എന്നുള്ള പേര് എന്തായാലും എന്റെ മക്കൾ പഠിച്ചു വെച്ചോളാം. മനാഹേ എന്ന് വെച്ചാൽ അരുത്, അല്ലെങ്കിൽ എന്താണ്, അത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ നോക്കി, എന്താണ് ആഗ് ജലാന, തീ കത്തിക്കുന്നത്. മിസ് മലയാളത്തിൽ എഴുതാവേ, കത്തിക്കുന്നത് എന്താണെന്നാ പറഞ്ഞത്, മനാഹേ എന്ന് വെച്ചാൽ എന്താണ്, നിരോധിച്ചിരിക്കുന്നു. എന്താണ്, നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ മലയാളം. നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ഇനി എന്താണ്, യഹാം ഇവിടെ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് നമ്മൾ ഹിന്ദിയിലും പ്ലാസ്റ്റിക് എന്ന് തന്നെയാണ് അത് പറയുന്നത് അല്ലെ. എന്താണ് പ്ലാസ്റ്റിക് എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, പ്രതിബന്ധിത് ഹേ. മനാഹേ എന്ന് പറഞ്ഞാലും പ്രതിബന്ധിത് ഹേ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് കേട്ടോ. എന്താണ്, നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിരോധിച്ചിരിക്കുന്നു. മക്കൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രതിബന്ധിതേന്ന് കിട്ടിയില്ലെങ്കിലും മനാഹേന്നെങ്കിലും എഴുതി വെക്കട്ടോ. മനാഹേ അത് പഠിക്കാനല്ലേ എളുപ്പം. നിരോധിച്ചിരിക്കുന്നു, മനാഹേ. ആഗ് ജലാന മനാഹേ, തീ കത്തിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക് മനാഹേ. പിന്നെന്താണ്, നമ്മളൊരു സാധനം കൂടി പഠിച്ചിരുന്നു, നോക്കിക്കോളാം. ജാൻവരോങ്കോ ഗാന ഗിലാന മനാഹേ. ജാൻവരോങ്കോ മൃഗങ്ങൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ എന്താണ് ഫുഡ് കൊടുക്കുന്നത് എന്താണ്, കഴിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് മനാഹേ. മനാഹേ എന്താ നമ്മൾ പറഞ്ഞത്, നിരോധിച്ചിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു എന്ന് പറയാണ് അല്ലെ. ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ആകെ ജാന മനാഹേ, മുന്നോട്ട് പോകരുത് എന്നാണ് ഇത് ഇങ്ങനെ ഏരോ മാർക്ക് ഇട്ടിട്ട് ക്രോസ് ചെയ്യിച്ചാൽ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ആകെ ജാന മുന്നോട്ട്, ജാന പോകുന്നത് എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, മനാഹേ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇത് തന്നെ കേട്ടോ. ഓക്കെ, ഈ ഒരു 4 സംഭവങ്ങളല്ല, 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ എക്സാമിന് എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ ഫുൾ മാർക്ക് മേടിക്കത്തില്ലേ. അപ്പൊ നാളത്തെ എക്സാമിന് വേണ്ടി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് എക്സാം എഴുതണം എല്ലാവരും. ബൈ ബൈ.